2010 BBC-യിൽ സ്ട്രീമിംഗ് തുടങ്ങിയ ഒരു സീരീസ്, ഒരു ഇതിഹാസ നോവലിന് മികച്ച ട്രിബ്യൂട്ട് എന്ന് പറയാവുന്ന മനോഹരമായ ആവിഷ്കാരം ഷെർലക് ഹോംസ്. ഐക്കോണിക് കഥാപാത്രത്തെ ഐക്കോണിക്കായി തന്നെ സ്ക്രീനിലെത്തിച്ച ഒരു നടനെയും അന്ന് നമ്മൾ കണ്ടു. ഹാപ്പി ബർത്ത്ഡേ ബെനഡിക്ട് കംബർബാച്ച്. 1976 ജൂലൈ 19 ലണ്ടനിലാണ് ബെനഡിക്ട് തിമോത്തി കാൾട്ടൺ കംബർബാച്ച് ജനിച്ചത്. 8 വയസ്സ് മുതൽ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചു വളർന്ന ബെനഡിക്ട് സ്കൂൾ കാലഘട്ടം മുതലേ നാടകങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ഒരു 12 വയസ്സുകാരനെ കൊണ്ട് സാധിക്കാത്ത പല ഷേക്സ്പിയർ കഥാപാത്രങ്ങളെയും ബെനഡിക്ട് വേദിയിൽ അവതരിപ്പിച്ച് വിസ്മയിപ്പിച്ചു. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സ്കൂൾ നാടക നടനാണ് ബെനഡിക്ട് എന്ന് നാടക ഗുരുവായ മാർട്ടിൻ ടൈറലിനെ കൊണ്ട് അയാൾ പറയിപ്പിച്ചു. കരിയർ തുടങ്ങിയത് നാടകങ്ങളിലാണെങ്കിലും പിന്നീട് അത് ടെലിവിഷനിലേക്കും കടന്നു. 1998 പുറത്തു വന്ന ഹാർട്ട് ബീറ്റ്സ് എന്ന സീരീസിലൂടെയാണ് ബെനഡിക്ട് ആദ്യമായി ടെലിവിഷനിൽ മുഖം കാണിക്കുന്നത്. 2006 റിലീസായ സ്റ്റാർട്ടപ്പ് ഫോർ 10 ബിഗ് സ്ക്രീൻ പ്രവേശനം. സിനിമയിൽ ശ്രദ്ധിക്കപ്പെടാൻ ഏറെ സമയമെടുത്ത നടനാണ് ബെനഡിക്ട്. അതിന് 2007 വരെ കാത്തിരിക്കേണ്ടി വന്നു. അറ്റോൺമെന്റ് എന്ന സിനിമയിലെ പ്രകടനം നിരൂപക പ്രശംസ നേടി. ഇത് സിനിമയിൽ കൂടുതൽ വേഷങ്ങൾ കിട്ടുന്നതിനും കാരണമായി. പിന്നീട് 2016 മാർവൽ യൂണിവേഴ്സിന്റെ ഭാഗമായി എത്തിയ ഡോക്ടർ സ്ട്രേഞ്ച് എന്ന കഥാപാത്രമാണ് ബെനഡിക്ട് കംബർബാച്ചിനെ ലോക പ്രശസ്തനാക്കിയത്. സിനിമാ താരമായതുകൊണ്ട് നാടകം വിടാനോ ടെലിവിഷൻ പരമ്പരകളിൽ നിന്നൊഴിയാനോ ബെനഡിക്ട് കംബർബാച്ച് എന്ന നടൻ ശ്രമിച്ചിട്ടില്ല എന്ന് സാരം. ഗാംഭീര്യമുള്ള ശബ്ദവും ബെനഡിക്ട് കംബർബാച്ചിനെ കരിയറിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നാഷണൽ ജോഗ്രഫിക് ചാനൽ, ഡിസ്കവറി ചാനൽ എന്നിവയ്ക്കായി ഒരുപാട് ഡോക്യുമെന്ററികളിൽ അയാൾ ശബ്ദം നൽകിയിട്ടുണ്ട്. നിരവധി ആനിമേറ്റഡ് കഥാപാത്രങ്ങൾക്കും ബെനഡിക്ട് ശബ്ദം കൊടുത്തു. ഡോക്ടർ സ്ട്രേഞ്ച് എന്ന സിനിമയിലെ വില്ലൻ ഡോർമാമുവിന് നായകനായ ബെനഡിക്ട് തന്നെയാണ് ശബ്ദം നൽകിയിട്ടുള്ളത്. വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ വിസ്മയിപ്പിച്ച നടനാണ്. അതിലുപരി സ്വന്തം നിലപാടുകൾ തുറന്നു പറഞ്ഞ മനുഷ്യസ്നേഹി. ബെനഡിക്ട് കംബർബാച്ചിന്റെ നേതൃത്വത്തിൽ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ സ്ട്രേഞ്ചോ ഷെർലക് ഹോംസോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബെനഡിക്ട് കംബർബാച്ച് കഥാപാത്രം ഏതാണെന്ന് കമന്റ് ചെയ്യൂ.